മലപ്പുറം എടപ്പാൾ കടകശ്ശേരി വെള്ളാഞ്ചേരി പാടശേഖരത്തിലെ കായൽ പ്രദേശത്തെ 60 ഏക്കറോളം വരുന്ന പുഞ്ചകൃഷി നശിക്കുന്നു. മധുരശ്ശേരി റോഡ് മുതൽ അയങ്കലം വരെ വരുന്ന ഭാഗത്തെ വെള്ളം പാടത്തേക്ക് ഒഴുകിയതിനെ തുടർന്നാണ് കൃഷി നശിക്കാൻ കാരണം. മലിനജലമടക്കം കൃഷിയിടത്തിലേക്ക് എത്തുന്നതിൻ്റെ ആശങ്കയിലാണ് കർഷകർ. 150 ഏക്കറോളം വരുന്ന പാടശേഖരത്തെ 60ഓളം ഏക്കർ സ്ഥലത്താണ് പുഞ്ചകൃഷി ചെയ്യുന്നത്. ഇവിടേക്കാണ് ദേശീയപാതയുടെ നവീകരണത്തിൻ്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച അഴുക്കുചാലുകൾ ഈ കൃഷിയിടങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. റോഡ് നവീകരണം പൂർത്തിയായതോടെ മധുരശ്ശേരി റോഡ് മുതൽ അയങ്കലം വരെ വരുന്ന ഭാഗത്തെ വെള്ളം ഡ്രൈനേജിലൂടെ കുത്തിയൊലിച്ച് വെള്ളാഞ്ചേരി പാടശേഖരത്തിലേക്ക് എത്തുന്ന അവസ്ഥയാണ്. ഇതുമൂലം 30ഓളം കർഷകരാണ് തങ്ങളുടെ അധ്വാനം കൊയ്തെടുക്കാൻ കഴിയാതെ വിഷമത്തിലായിരിക്കുന്നത്. ഈ വികസനത്തിന്റെ ഭാഗമായിട്ട് മിനി പമ്പട അവിടെ നിന്ന് വരുന്ന വെള്ളം മാത്രമല്ല, മീനിന്റെ വേസ്റ്റ് വരെ വെള്ളം ഇവിടെ ഒഴിവാക്കി പോകുന്നുണ്ട്. എറണാകുളം തൃശ്ശൂരിൽ നിന്ന് വരുന്ന ബാത്റൂമിലെ വെള്ളം വരെ ഇവിടെ കൊടുന്ന് ഒഴിവാക്കി ഇതിലേക്ക് ഒഴുകി വരിക. ഈ കൃഷിക്കാർ പണ്ടം പണയം വെച്ചും ഒരുപാട് കഷ്ടതകൾ വെച്ചും 3-4 മാസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പൊ ഈ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഉണ്ടായി, കർഷകർ ഒത്തൊരുമയോടുകൂടെ അത് കൈകാര്യം ചെയ്തു പോയതാ. ഇത് രണ്ടാമതും ആവർത്തിക്കുക. ഈ ആവർത്തിക്കണ്ടില്ല വേസ്റ്റ് വെള്ളം. അത് മാത്രമല്ല, കുറേ ചപ്പും ചവറും കീസിയും കവറും എല്ലാം ഈ വെള്ളത്തിൽ വന്ന് അടഞ്ഞിട്ട് ട്രാക്ടർ കൂട്ടുമ്പോൾ പോലും ആ കൃഷിയുടെ വളം പോലും മണ്ണ് പോലും നശിച്ചു പോവുക. അങ്ങനെയാണ് ഇത് നശിക്കുന്നത്. അങ്ങനെ ഇവർ ഒരുപാട് പണ്ടം പണയം വെച്ച് ഇപ്പൊ അത് തിരിച്ചെടുക്കാൻ കഴിയാത്തൊരു കഷ്ടതയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. പലരും സ്വർണ്ണാഭരണങ്ങളടക്കം പണയപ്പെടുത്തിയും കടം വാങ്ങിയുമാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. വേനൽ മഴയിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുത്തിയൊലിച്ചെത്തിയതോടെ പ്രദേശത്ത് മുട്ടിനൊപ്പം മാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളം നിൽക്കുന്നു. ഇതുമൂലം 60 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കൊയ്തെടുക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് കർഷകർ. പാടശേഖരത്തെ മറ്റ് പ്രദേശങ്ങളിൽ കൊയ്ത്ത് പുരോഗമിക്കുന്നുണ്ട്. വേനൽ മഴ തുടർന്നാൽ വീണ്ടും വെള്ളം ഉയരുകയും നെൽക്കതിരുകൾ മുളച്ച് നാശമാവുകയും ചെയ്യും. മുളച്ച നെല്ല് ഏജൻസികൾ എടുക്കാത്തതിനാൽ കർഷകർക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകും. കർഷകരുടെ ഈ ദുരിതത്തിന് അധികൃതർ ശാശ്വത പരിഹാരം കാണണമെന്നാണ് പാടശേഖര സമിതിയുടെ ആവശ്യം. ജനം, മലപ്പുറം.